ഗൈസ്, കൊമേഴ്സ് ലോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു ഡിഗ്രി പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാമെന്ന്. മെയിൻലി കൊമേഴ്സ് സബ്ജക്ട്സ്, BCom, BBA, അങ്ങനെ BA എക്കണോമിക്സ്, അങ്ങനെയുള്ള കൊമേഴ്സ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാം, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ പ്രൊജക്റ്റ് ടോപ്പിക്കാണ്. എങ്ങനെ നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്ക് കണ്ടുപിടിക്കാം. ടോപ്പിക്ക് നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് റീഡിങ് പ്രീവിയസ് സ്റ്റഡീസ് ഫ്രം ഗൂഗിൾ സ്കോളർ ഓർ ശോധഗംഗ. ഓൾറെഡി ആൾക്കാർ ചെയ്തിരിക്കുന്ന സ്റ്റഡീസ് വായിച്ചിട്ട് അതിൽ നിന്ന് ഓക്കെ നമുക്കിത് ചെയ്താൽ കൊള്ളാം, ആ ഒരു രീതിയിൽ നമുക്ക് ടോപ്പിക്ക് എടുക്കാം. അല്ലെങ്കിൽ ഫ്രം ബ്രോഷേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ഓർ നാഷണൽ കോൺഫറൻസസ്, ഇൻ്റർനാഷണലോ നാഷണലോ ആയിട്ടുള്ള കോൺഫറൻസുകളുണ്ട്, അവയുടെ ബ്രോഷേഴ്സിൽ നിന്ന് റീസെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കിട്ടും. അങ്ങനെ നമുക്ക് ടോപ്പിക്ക് എടുക്കാം. അല്ലെങ്കിൽ ഒബ്സർവിങ് കറണ്ട് ട്രെൻഡ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കാം. ഇപ്പം നിങ്ങളെല്ലാവരും യൂട്യൂബ് വെച്ചിട്ടല്ലേ ഈ ഒരു ക്ലാസ് കേൾക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ആസ് എ ലേണിംഗ് ടൂൾ എങ്ങനെയുണ്ട്, അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ടോപ്പിക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഡിസ്കഷൻ വിത്ത് പ്രൊജക്ട് ഗൈഡിനോട് ചോദിച്ച് ഗൈഡിൻ്റെ ഒപ്പീനിയൻ വെച്ച് നമുക്ക് ടോപ്പിക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗൂഗിൾ സ്കോളർ അല്ലെങ്കിൽ ശോധഗംഗയിൽ എങ്ങനെ നമുക്ക് സ്റ്റഡീസ് സെർച്ച് ചെയ്യാമെന്നൊന്ന് നോക്കാം. ഗൂഗിൾ എടുത്ത് ഫസ്റ്റ് നമുക്ക് ഗൂഗിൾ സ്കോളർ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗൂഗിൾ സ്കോളർ കിട്ടും. ഗൂഗിൾ സ്കോളർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഇപ്പം നമുക്ക് മാർക്കറ്റിംഗ് ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ ടോപ്പിക്ക് പ്രൊജക്ട്സ് ഓൺ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ റിസർച്ച് വർക്ക് ഓൺ മാർക്കറ്റിംഗ്, അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ ഞാൻ മാർക്കറ്റിങ്ങിന് മാത്രം അടിച്ചു കൊടുക്കുകയാണ്. അപ്പം മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള എല്ലാ റിസർച്ച് വർക്ക്സും വരും. ഇത് നമ്മൾ ഓരോന്നും എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ഏരിയയിൽ നമുക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യാമെന്ന്. ഇതുപോലെ ശോധഗംഗയിൽ നിന്ന് നമുക്ക് പ്രൊജക്റ്റ് ഐഡിയാസ് കിട്ടും. അല്ലെങ്കിൽ ബാക്കിയുള്ള കോളേജുകളുടെ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ കോൺഫറൻസ് പേപ്പറിൽ നിന്ന് നമുക്ക് കിട്ടും. ഇതൊരു കോൺഫറൻസ് പേപ്പറാണ്. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് പേപ്പർ പ്രസൻറ്റേഷൻ ഐഡിയാസ് കിടപ്പുണ്ട്. റീസെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് കിടക്കുന്നത്. ഇത് കണ്ടോ, ഫസ്റ്റ് വൺ ടെക്നോളജി, ബിസിനസ് ആൻഡ് എത്തിക്സ്, ഇതെല്ലാം കൂടെ റിലേറ്റ് ചെയ്ത് പേപ്പർ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ചേഞ്ചിങ് കസ്റ്റമർ ബിഹേവിയർ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ഫിനാൻസ്, അക്കൗണ്ടിങ് ആൻഡ് എക്കണോമിക്സ്, റീസെൻ്റ് അഡ്വാൻസസ് ഇൻ ഓപ്പറേഷൻസ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഇങ്ങനെ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് ടോപ്പിക്സ് കോൺഫറൻസ് പേപ്പറിൽ നിന്നും കിട്ടും. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ജേർണൽസ് ഉണ്ട്, നമ്മുടെ ലൈബ്രറികളിലൊക്കെ ചെറിയ ചെറിയ ജേർണൽസ് വരുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്നതിലൂടെയൊക്കെ നമുക്കൊരു പ്രൊജക്റ്റ് ടോപ്പിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഒരു പ്രൊജക്റ്റ് ടോപ്പിക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തണം. നമ്മളൊരു മെയിൻലി ഒരു 10-20 മിനിമം ആർട്ടിക്കിൾസേലും എടുത്ത് വായിക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു സമ്മറി പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ഗൂഗിൾ സ്കോളറിൽ വന്നെങ്കിൽ നമ്മുടെ ടോപ്പിക്ക് നമ്മളൊരു ഹെഡിങ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഹെഡിങ് അടിച്ചു കൊടുത്ത് ഗൂഗിൾ സ്കോളറിൽ സെർച്ച് ചെയ്യാം, ശോധഗംഗയിൽ സെർച്ച് ചെയ്യാം, അല്ലെ സ്കോപ്പസ്, വെബ് ഓഫ് സയൻസ് പോലെയുള്ള, അതൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഡേറ്റാബേസുകളാണ്. ഗൂഗിൾ സ്കോളർ, ശോധഗംഗയൊക്കെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ ടോപ്പിക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡികൾ വായിക്കുക. ഇനി ഒന്നും അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി നമ്മുടെ സ്റ്റഡി അടിക്കുക, .pdf അടിച്ചാൽ നമുക്ക് അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡികൾ കിട്ടും. അങ്ങനെ നമ്മളത് സ്റ്റഡികൾ വായിക്കുമ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട്, അബ്സ്ട്രാക്റ്റ് ആയിരിക്കണം മെയിനായിട്ട് വായിക്കേണ്ട. ഫസ്റ്റ് കിടക്കുന്ന ഒരു അബ്സ്ട്രാക്റ്റ് വേണം. എന്നിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു സ്റ്റഡി എന്താണ്, സ്റ്റഡിയുടെ ഹെഡിങ്, ഒബ്ജക്റ്റീവ്സ്, മെയിനായിട്ടുള്ള ഫൈൻഡിങ്സ്, ഏതൊക്കെ വേരിയബിൾസാണ് ആ ഒരു സ്റ്റഡി നടത്താൻ ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് ഡേറ്റ കളക്ട് ചെയ്ത്, ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് ഡേറ്റ അനലൈസ് ചെയ്ത്, അങ്ങനെ മെയിനായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ആ ഒരു അബ്സ്ട്രാക്റ്റ് വായിച്ചാൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ആ അബ്സ്ട്രാക്റ്റിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അങ്ങനെ നമുക്ക് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇമ്പാക്റ്റ് ഓഫ് യൂട്യൂബ് ആസ് എ ലേണിംഗ് ടൂൾ എന്നും പറഞ്ഞ് ഗൂഗിൾ സ്കോളറിൽ അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് കിട്ടും. ഓക്കെ, ഇത് കണ്ടോ, സ്റ്റുഡൻറ്റ് പെർസെപ്ഷൻ ടുവേഴ്സ് യൂസ് ഓഫ് യൂട്യൂബ് ആസ് ആൻ എഡ്യൂക്കേഷണൽ ടൂൾ ഫോർ ലേണിംഗ് ആൻഡ് ട്യൂട്ടോറിയൽസ്. നമുക്കിതുപോലെ ഒരുപാട് സ്റ്റഡികൾ താഴെ കാണും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു 10-20 സ്റ്റഡീസ് വായിക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റഡി നമുക്കൊന്ന് എടുത്തു നോക്കാം. ഫസ്റ്റ് സ്റ്റഡിയുടെ ഫസ്റ്റ് കിടക്കുന്നതാണ്, ഇതാണ് ആ ഒരു സ്റ്റഡിയുടെ അബ്സ്ട്രാക്റ്റ്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് മെയിനായിട്ട് നോട്ട് ഡൗൺ ചെയ്യേണ്ട ഇൻഫർമേഷൻസ് കിട്ടും. എന്താണ് യൂട്യൂബ് ആസ് ആൻ എഡ്യൂക്കേഷണൽ ടൂൾ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവരെന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്, ടെക്നോളജി അക്സെപ്റ്റൻസ് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ ഉപയോഗിച്ചാണ് ഇവർ ഈ സ്റ്റഡി ചെയ്തേക്കുന്നത്. ഓക്കെ,
ഇവരെന്തിനെ പറ്റിയാണ് സ്റ്റഡി ഇവരെന്തൊക്കെയാണ് പഠിച്ചേക്കുന്നത്? പെർസെപ്ഷൻസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇൻറ്റൻഷൻസ് ടു അഡോപ്റ്റ് യൂട്യൂബ് ആസ് ആൻ എഡ്യൂക്കേഷണൽ ടൂൾ. ഈ 3 കാര്യങ്ങളാണ് അവർ പഠിച്ചേക്കുന്നത്. സ്റ്റഡി ഏത് നേച്ചറിലാണ്? സ്റ്റഡി ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചറാണ്. സാമ്പിൾ സൈസ് 377 ആണ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഇവർ SPSSഉം ആമോസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് സ്റ്റഡി നടത്തിയിരിക്കുന്നത്, അനാലിസിസ് ഒക്കെ. ഓക്കെ, എന്നിട്ട് അവരെന്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു? പെർസീവ്ഡ് യൂസ്ഫുൾനെസ് വാസ് ഒബ്സർവ്ഡ് മോർ ദാൻ. ഓക്കെ, യൂട്യൂബ് ആൾക്കാർ ഉപയോഗിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പെർസീവ്ഡ് യൂസ്ഫുൾനെസ്, ആ ഒരു യൂട്യൂബിൻ്റെ ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂട്യൂബ് ഉപയോഗിക്കാനുള്ള കാരണമെന്ന് ഇവർ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ സ്റ്റഡീനെ പറ്റിയുള്ള മെയിനായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടി. ഇനി നമുക്ക് റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു 20 സ്റ്റഡീസിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ വേർഡ് ഡോക്യുമെൻ്റ് ആക്കുക. എന്നിട്ട് അത് ChatGPTയിൽ ഇട്ട് കൊടുത്താൽ തന്നെ ChatGPT പറഞ്ഞു തരും എന്താണ് ഇതിൻ്റെ റിസർച്ച് ഗ്യാപ്പ് എന്ന്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ ഒരു അബ്സ്ട്രാക്റ്റ് മാത്രം കോപ്പി പേസ്റ്റ് ചെയ്ത് ChatGPTയോട് ചോദിക്കാം എന്താണ് ഇവിടെ ഒരു റിസർച്ച് ഗ്യാപ്പ്, ഇനിയും ഈ ഒരു ഏരിയയിൽ നമുക്കിനി എന്താണ് പുതിയൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് ചോദിച്ച് നോക്കാം. സോ ChatGPT എടുക്കുക. ChatGPT ലോഗിൻ 3.5 എടുത്തു. ഓക്കെ, ChatGPT ഓപ്പൺ ചെയ്ത് എന്നിട്ട് നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിരുന്നത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്ത് വന്നിട്ട് ഐഡൻറ്റിഫൈ റിസർച്ച് ഗ്യാപ്പ് ഫോർ BCom പ്രൊജക്റ്റ് ഇൻ കേരള എന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കുക. അല്ലെങ്കിൽ വെറുതെ ഐഡൻറ്റിഫൈ റിസർച്ച് ഗ്യാപ്പ് എന്ന് കൊടുത്താൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ടോപ്പിക്സ് വരും. സോ നമുക്ക് സിമ്പിളായിട്ട് മതി. സോ നമ്മുടെ പർപ്പസിന് വേണ്ടി ഐഡൻറ്റിഫൈ റിസർച്ച് ഗ്യാപ്പ് ഫോർ BCom പ്രൊജക്ട്സ് ഇൻ കേരള എന്നും പറഞ്ഞ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ ChatGPT ജനറേറ്റ് ചെയ്ത് തരും. സോ ChatGPT തന്നെ ഒരു ഹെഡിങ് തന്ന് എക്സ്പ്ലോറിംഗ് ദി എഫിക്കസി ഓഫ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഫോർ കൊമേഴ്സ് എഡ്യൂക്കേഷൻ ഇൻ കേരള. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കൊടുത്ത ആ ഒരു സ്റ്റഡിയിൽ കോമൺ ആയിട്ട് എല്ലാവരുടെയും കാര്യങ്ങളായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം നമ്മുടെ റിസർച്ച് ഗ്യാപ്പ് എന്താണ്? കേരളത്തിലെ കൊമേഴ്സ് എഡ്യൂക്കേഷനിൽ ഈ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ്, യൂട്യൂബ് പോലെയുള്ള ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് എഫിഷ്യൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് പഠിക്കാനൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് ChatGPT പറഞ്ഞു തന്നു. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഐഡിയ എന്തിനെ പറ്റി പഠിക്കണം? ഇപ്പം മാർക്കറ്റിങ്ങിനെ പറ്റി പഠിക്കണം. മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് എന്തൊക്കെയാണ്? ഓൺലൈൻ പ്ലാറ്റ്ഫോംസിനെ പറ്റി പഠിക്കണോ? അങ്ങനെ എന്തിനെ പറ്റി പഠിക്കണമെന്ന് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ തീരുമാനിച്ചു. റിവ്യൂ ഓഫ് ലിറ്ററേച്ചറും കൂടെ കഴിഞ്ഞപ്പം നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ടോപ്പിക്ക് ഒന്നുകൂടെ നമ്മൾ റെഡിയാക്കിയെടുത്തു. ഒരു 10-20 ആർട്ടിക്കിൾസ് വായിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ടോപ്പിക്ക് എന്താണ് ഇനിയും പഠിക്കാനുള്ള, പുതുതായിട്ട് ഈ ഏരിയയിൽ എന്ത് പഠിക്കാൻ പറ്റും, എന്താണ് നമ്മുടെ ഗ്യാപ്പ്, നമുക്ക് പറ്റിയ ഒരു പ്രൊജക്റ്റ് ടോപ്പിക് എന്താണെന്നൊക്കെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പയർ സിനോപ്സിസ്. അപ്പം നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറും കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ എന്ന് വേണം പറയാം. സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പ്രിപ്പയർ ചെയ്യാറായി. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, എന്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് അതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം, സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി, സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി, റിസർച്ച് ക്വസ്റ്റ്യൻസ്, റിസർച്ച് ഒബ്ജക്റ്റീവ്സ്, റിസർച്ച് മെത്തഡോളജി, ലിമിറ്റേഷൻസ് ഓഫ് ദ സ്റ്റഡി. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സിനോപ്സിസ് അല്ലെങ്കിൽ ചാപ്റ്റർ 1 നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അതാണ് അടുത്തൊരു സ്റ്റെപ്പ്. ഇത് ഇമ്പാക്റ്റ് ഓഫ് COVID-19 ഓൺ ഓൺലൈൻ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റഡിയാണ്. അതിൻ്റെ ജസ്റ്റ് ഒരു ഫോർമാറ്റ് കാണിച്ചുതരാം. ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതുന്നു. ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് കോവിഡ് പാൻഡമിക്കിനെ പറ്റി ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞ് ഓൺലൈൻ പേയ്മെൻറ്റ്സിനെ പറ്റി ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് COVID-19 വന്നപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് കൂടി എന്നും പറഞ്ഞ് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു കാര്യം സ്റ്റേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം, എന്താണ് നമ്മുടെ പ്രോബ്ലം. ആളുകളുടെ ആറ്റിറ്റ്യൂഡ് കോവിഡ് വന്നപ്പോഴത്തേക്ക് ഒരുപാട് മാറി, അവർക്ക് പുറത്തു പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ഓൺലൈൻ പേയ്മെൻറ്റ് ഉപയോഗിച്ചു. അപ്പോൾ അത് എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം. നമ്മൾ എന്താണോ പഠിക്കാൻ പോകുന്നത് അത് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ സ്റ്റഡിയിൽ ഫ്രീക്വൻസി ഓഫ് ഓൺലൈൻ പേയ്മെൻറ്റ് അഡോപ്റ്റഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ലോക്ക്ഡൗൺ, പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ചലഞ്ചസ് എന്തൊക്കെയാണ്, സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്താണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ്സ്. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റഡിയുടെ സിഗ്നിഫിക്കൻറ്റ്. ഇപ്പോൾ COVID-19 വന്നതേ ഉള്ളൂ, അപ്പോൾ ആരും ഇടുക്കി ഡിസ്ട്രിക്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ഓൺലൈൻ പേയ്മെൻറ്റ് യൂസേജിൻ്റെ വന്ന മാറ്റത്തെപ്പറ്റി അധികം ആരും പഠിച്ചിട്ടില്ല. സോ എൻ്റെ സ്റ്റഡി സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി.
അത് കഴിഞ്ഞ് സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി, നമ്മുടെ സ്റ്റഡിയുടെ സ്കോപ്പ് എന്തൊക്കെയാണ്, ഏത് ഏരിയ ആണ് എടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ സ്റ്റഡിയിലെ ഇടുക്കി ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ ഏരിയ ആണ് എടുക്കുന്നത്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ആരെയാണ് എടുക്കുന്നത്, ഓൺലൈൻ പേയ്മെൻറ്റ് യൂസ് ചെയ്യുന്നവരാണ് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്റ്റഡിയുടെ സ്കോപ്പ് എന്തൊക്കെയാണെന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി. ഓക്കെ, അത് കഴിഞ്ഞ് റിസർച്ച് മെത്തഡോളജി, പ്രൈമറി ഡേറ്റയുടെ സോഴ്സ് എവിടെ നിന്നാണ്, സെക്കൻഡറി ഡേറ്റ എവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്, സാമ്പിൾ സൈസ് എത്രയാണ്, സാമ്പിളിംഗ് മെത്തേഡ് എന്താണ്, പിന്നെ ഡാറ്റ കളക്ഷൻ ഏത് ടൂൾസാണ്, നമ്മുടെ ക്വസ്റ്റ്യനെയർ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഡേറ്റ അനാലിസിസിന് എന്താണ്, ഞാനിവിടെ SPSS ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെത്തഡോളജിയിൽ സ്റ്റേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റഡിയുടെ ചെറിയൊരു ലിമിറ്റേഷനും ചാപ്റ്റർ പ്ലാനും എഴുതി കഴിയുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ഏറ്റവും പാടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് നമ്മൾ നമ്മുടെ ടോപ്പിക്ക് കണ്ടെത്തി, ആ ടോപ്പിക്കിൻ്റെ എന്താണ് ഒബ്ജക്റ്റീവ്സും കണ്ടെത്തി. ബാക്കി കാര്യങ്ങളും ഉണ്ട്, ബട്ട് മെയിനായിട്ടും ടോപ്പിക്കും കിട്ടി, ഒബ്ജക്റ്റീവ്സും കിട്ടി. അപ്പോൾ ഇനി ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്ത് നമ്മളൊരു ക്വസ്റ്റിനെയർ പ്രിപ്പയർ ചെയ്യണം. ആ ക്വസ്റ്റിനെയർ വെച്ച് ഡേറ്റ കളക്ട് ചെയ്യണം, അനലൈസ് ചെയ്യണം, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഇത്രയാണ് നമ്മുടെ ഇനി അടുത്ത വരുന്ന സ്റ്റെപ്സ്. പ്രൈമറി ഡേറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഫസ്റ്റ് ഹാൻഡ് ആളുകളോട് ചോദിച്ചാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ മാത്രം ക്വസ്റ്റിനെയർ പ്രിപ്പയർ ചെയ്താൽ മതി. ഇനിയിപ്പോൾ സെക്കൻഡറി ഡേറ്റയാണ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ കമ്പനിയുടെ ഒക്കെ പ്രോഫിറ്റ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ കുറേ വർഷങ്ങളിലെ പ്രോഫിറ്റിൻ്റെ ഇൻഫർമേഷനൊക്കെ കമ്പനിയുടെ സൈറ്റിൽ നിന്ന് കിട്ടും. നമുക്ക് നേരെ അത് അനലൈസ് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ക്വസ്റ്റിനെയർ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് വരുന്നില്ല. പ്രൈമറി ഡേറ്റയാണ് ക്വസ്റ്റിനെയർ പ്രിപ്പയർ ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്തിട്ട് വേണം അനലൈസ് ചെയ്യാനായിട്ട്. സെക്കൻഡറി ആണ് നമുക്ക് ഇത് കഴിഞ്ഞ് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുക, കമ്പ്യൂട്ടറിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡീറ്റെയിൽസ് ഓഫ് കമ്പനി അങ്ങനെയുള്ള കാര്യങ്ങൾ അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പം പ്രൈമറി ഡേറ്റയാണ് ക്വസ്റ്റിനെയർ ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റിനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ഷുഡ് ബി സിമ്പിൾ ആൻഡ് ക്ലിയർ. ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിരിക്കണം. വായിക്കുന്ന ആൾക്ക് മനസ്സിലാകണം എന്താണ് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ക്വസ്റ്റ്യൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്സ്. ചുമ്മാ കുറേ കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യില്ല. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ് അതിനെ ബേസ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ ക്വസ്റ്റ്യൻസ് ഷുഡിൻ ബി ടു ലോങ്. ഒരുപാട് വലുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, അപ്പോൾ ആൾക്കാരത് വായിക്കാനായിട്ട് കഷ്ടപ്പെടില്ല. സോ വളരെ ഷോർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നല്ലത്. പിന്നെ മസ്റ്റ് ഹാവ് എ മിനിമം ഓഫ് 15 ക്വസ്റ്റ്യൻസ്. മിനിമം ഒരു 15 ക്വസ്റ്റ്യൻസേലും ഉണ്ടാകണം. അത് കൂടുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ച് ഇൻഫർമേഷനേലും വെച്ച് നമുക്ക് കൃത്യമായിട്ടല്ല നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒരു സ്റ്റഡി നടത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സ്റ്റഡിക്കകത്ത് 4 കാര്യങ്ങളാണ് ഞാൻ പഠിക്കുന്നത്. എന്താണ്? ഫസ്റ്റ്, ഫ്രീക്വൻസി ഓഫ് ഓൺലൈൻ പേയ്മെൻറ്റ് അഡോപ്റ്റഡ് ബൈ റെസ്പോണ്ടൻറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ലോക്ക്ഡൗൺ. ലോക്ക്ഡൗണിന് മുമ്പും ശേഷവും ആൾക്കാർ എത്രത്തോളമാണ് ഓൺലൈൻ പേയ്മെൻറ്റ് യൂസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അഡോപ്ഷൻ ഓഫ് ഓൺലൈൻ പേയ്മെൻറ്റ്. പിന്നെ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദം വൈൽ അഡോപ്റ്റിംഗ് ഓൺലൈൻ പേയ്മെൻറ്റ്. പിന്നെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഈ 4 എണ്ണമാണ് എൻ്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് വേണം ഞാൻ ക്വസ്റ്റിനെയർ പ്രിപ്പയർ ചെയ്യാൻ. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് കോവിഡിന് മുമ്പും ശേഷവും എങ്ങനെയാണ് ആളുകളുടെ ഓൺലൈൻ പേയ്മെൻറ്റ് യൂസേജ് എന്നാണ്. അപ്പോൾ ഒരു 3 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ആ ഒരു ഒബ്ജക്റ്റീവ് കണ്ടുപിടിക്കാനുള്ള ആൻസർ നമുക്ക് കിട്ടും. എന്താണ്? ഫസ്റ്റ്, ലോക്ക്ഡൗണിന് മുമ്പ് എങ്ങനെയാണ് ഓൺലൈൻ പേയ്മെൻറ്റ് യൂസേജ് ചെയ്തിരുന്നത്, ലോക്ക്ഡൗൺ സമയത്ത് എങ്ങനെയാണ്, ലോക്ക്ഡൗണിന് ശേഷം എങ്ങനെയാണ്. ഈ 3 ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡായിട്ട് ഞാൻ പഠിച്ചത് എങ്ങനെയാണ്, എന്ത് കാര്യമാണ് ഒരാളെ ഓൺലൈൻ പേയ്മെൻറ്റിലോട്ട് ആകർഷിക്കുന്നത്. അപ്പോൾ അതിലൂടെ ക്യൂരിയോസിറ്റി ആണോ, റെക്കമെൻഡേഷൻ ആണോ, ഫിയർ ഓഫ് ഇൻഫെക്ഷൻ ആണോ, ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് റെപ്യൂട്ടേഷന് വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്ന, അപ്പോൾ എനിക്കൊരു റെപ്യൂട്ടേഷൻ വേണം, അതിനു വേണ്ടിയാണോ, എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം നമ്മൾ സെക്കൻഡായിട്ട് ചോദിച്ചു. അപ്പോൾ സെക്കൻഡ് ഒബ്ജക്റ്റീവ്സിനും കൺസിഡർ ചെയ്തുള്ള ക്വസ്റ്റ്യൻ വന്നു. ക്യൂരിയോസിറ്റി എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അവിടെ ആൾക്കാർ ക്യൂരിയോസിറ്റി ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ സ്ട്രോങ്ലി എഗ്രി കൊടുക്കും. ഇനി റെക്കമെൻഡേഷനാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ ഇവിടെ കൊടുക്കും. ഇപ്പോൾ ഫിയർ ഓഫ് ഇൻഫെക്ഷൻ അധികം ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്തില്ലെങ്കിൽ സ്ട്രോങ്ലി ഡിസഗ്രി കൊടുക്കും. അങ്ങനെ ആൾക്കാരുടെ ഇഷ്ടമനുസരിച്ച് അവരതിനെ കോട്ട് ചെയ്യും. അടുത്തൊരു ഒബ്ജക്റ്റീവായിരുന്നു ചലഞ്ചസ്. ഓക്കെ, ചലഞ്ചസ് വരുമ്പോഴത്തേക്കും അതും കുറച്ച് ഒപ്പീനിയൻസ് റേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പർച്ചേസ് ഓഫ് മൊബൈൽ ഫോൺ ആൻഡ് ടേക്കിംഗ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഈസ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ എക്സ്പെൻസീവ് ആണെന്നുള്ളത് ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഒരു ചലഞ്ചാണോ അല്ലയോ എന്ന് നമ്മളിവിടെ പഠിക്കുവാണ്. അതുപോലെ വേറെ പല കാര്യങ്ങൾ, സെക്യൂരിറ്റി ഇഷ്യൂസ് ഒരു ചലഞ്ചാണോ, അല്ലെങ്കിൽ പണം നഷ്ടപ്പെടാറുണ്ടോ, വെബ്സൈറ്റ് കംപ്ലയിൻ്റ് ആണോ, അങ്ങനെയുള്ള ചലഞ്ചസൊക്കെ അടുത്തൊരു സെറ്റായിട്ട് നമ്മൾ പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഓൺലൈൻ പേയ്മെൻറ്റ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളതായിരുന്നു ലാസ്റ്റ് ഒബ്ജക്റ്റീവ്. അപ്പം സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് ചോദിക്കുന്നു. ഇനി ഏത് ആസ്പെക്റ്റിലാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നതെന്നും കൂടെ പഠിക്കുന്നു.
ആ ഒരു സ്പീഡി പ്രോസസ്സിംഗ് ആണോ അതോ അവരുടെ സെക്യൂരിറ്റി ഫീച്ചർ എന്തിലാണോ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നതെന്നും കൂടെ പഠിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റിനെയർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ സ്റ്റഡിക്ക് അനുസൃതമായ ഒരു ക്വസ്റ്റിനെയർ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ക്വസ്റ്റിനെയർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് ആളുകളെ കൊടുത്ത് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോംസിൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആൾക്കാർക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓൾറെഡി ഒരുപാട് ആപ്സ് ഉണ്ട്, ക്വസ്റ്റിനെയർ പ്രിപ്പറേഷൻ ആപ്സ് ഉണ്ട്. ഇപ്പോൾ ഗൂഗിൾ ഫോംസ് പാടാണെങ്കിൽ അങ്ങനെയുള്ള ആപ്സുകളിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് കൊടുത്താലും നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഒരു ഗൂഗിൾ ഫോംസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് നമുക്കിവിടെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ക്വസ്റ്റ്യനായിട്ട് ഏജ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഏത് തരത്തിലുള്ള ആൻസറാണ് അതിന് വേണ്ടത്. ഇപ്പോൾ ഷോർട്ട് ആൻസർ ആണെങ്കിൽ ഷോർട്ട് ആൻസർ, പാരഗ്രാഫ് ആണെങ്കിൽ അങ്ങനെ, മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് മതിയാവും. ഓപ്ഷൻ 1 എന്ത് കൊടുക്കാം, ഒരു 18 to 20 ആ ഒരു ഏജ് കാറ്റഗറി ഓപ്ഷൻ 1 കൊടുത്തു. ഓപ്ഷൻ 2 നമുക്ക് വീണ്ടും ഒരു 25 to 30 അങ്ങനെ നമുക്ക് കൊടുത്ത് ഗൂഗിൾ ഫോമിൽ ക്വസ്റ്റിനെയർ റെഡിയാക്കി സെൻഡ് ചെയ്യാം എല്ലാവർക്കും. ക്വസ്റ്റിനെയർ കിട്ടിക്കഴിഞ്ഞാൽ പ്രൈമറി ഡേറ്റ ആണെങ്കിൽ ഡേറ്റ നമ്മൾ ആളുകളുടെ അടുത്ത് പോയി കളക്ട് ചെയ്യണം. ഇനിയിപ്പോൾ സെക്കൻഡറി ഡേറ്റ ആണെങ്കിൽ ക്വസ്റ്റിനെയർ ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഓൺലൈനിൽ നിന്ന് ഡേറ്റ കിട്ടും. അങ്ങനെ പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റേജാണ് ഡേറ്റ അനാലിസിസ്. നമുക്ക് എക്സൽ ഉപയോഗിച്ചോ SPSS ഉപയോഗിച്ചാണ് യൂഷ്വലി നമ്മൾ BCom പ്രൊജക്റ്റൊക്കെ ഡേറ്റ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ SPSS സോഫ്റ്റ്വെയറിലോട്ടോ അല്ലെങ്കിൽ എക്സലിലോട്ടോ നമ്മുടെ ഡേറ്റ ഇട്ട് കൊടുക്കാൻ നമുക്ക് അനാലിസിസ് നടത്താൻ പറ്റും. അതിൻ്റെ ചാർട്ടും ഗ്രാഫും ഒക്കെ എടുക്കാനായിട്ട് പറ്റും. അത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി എക്സലോ SPSSലോട്ടോ ഡേറ്റ എൻ്റർ ചെയ്യുന്നു, ചാർട്ടും ഗ്രാഫും ഒക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, ഇന്ന ചാർട്ടിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇൻ്റർപ്രിട്ടേഷനും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റേജ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ സ്റ്റേജാണ് റിപ്പോർട്ട് റൈറ്റിംഗ്. നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം ഒരു റിപ്പോർട്ടായിട്ട് എഴുതുകയാണ്. ഓക്കെ, ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം, ഒബ്ജക്റ്റീവ്സ് ഒക്കെ വരുന്നതാണ് ചാപ്റ്റർ 1. ചാപ്റ്റർ 2 ലിറ്ററേച്ചർ റിവ്യൂ, നമ്മൾ ലിറ്ററേച്ചർ വായിച്ചപ്പോൾ തന്നെ അതും എഴുതിപ്പോയിട്ടുണ്ട്. ചാപ്റ്റർ 3 ആണ് തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക്. തിയറി ആയിട്ട് ഇൻ്റർനെറ്റിലൊക്കെ എന്താണ് നമ്മുടെ ടോപ്പിക്കിനെ പറ്റി മറ്റുള്ളവർ എഴുതിയിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. എന്നിട്ട് ചാപ്റ്റർ 4 ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനിൽ എക്സലിൽ നിന്നും SPSSൽ നിന്നും ഒക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ടേബിളും ഗ്രാഫും ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 4. ചാപ്റ്റർ 5 നമ്മുടെ ഓവറോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ കണ്ടുപിടിച്ച നമ്മുടെ ഫൈൻഡിങ്സ് എന്താണ്, നമ്മുടെ ആ ഒരു എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള നമ്മുടെ സജഷൻസ് എന്താണ് നമ്മുടെ സ്റ്റഡിയുടെ ഓവറോൾ കൺക്ലൂഷൻ, ഇത്രയും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. ഇനി ബിബ്ലിയോഗ്രഫി, എവിടെ നിന്നൊക്കെയുള്ള ലിറ്ററേച്ചറൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം ബിബ്ലിയോഗ്രഫി ആയിട്ട് നമ്മൾ എഴുതണം. പിന്നെ അപ്പൻഡിക്സിൻ്റെ അകത്ത് നമ്മുടെ ക്വസ്റ്റിനെയർ നമ്മൾ അറ്റാച്ച് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ട് റെഡിയാവും.